ദൈവമാതാവിൻ്റെ ഏത് പെരുന്നാളാ മക്കളെ? ദൈവമാതാവിൻ്റെ ഏത് പെരുന്നാളാ ഇന്ന്? ഏത് പെരുന്നാളാ? അതൊന്നും ചോദിച്ചാൽ പറയില്ല അല്ലേ? ദൈവമാതാവിൻ്റെ പെരുന്നാളാണ്. വിത്തുകളെ പ്രതിയുള്ള വിത്തുകൾ വിതയ്ക്കുമ്പോൾ പ്രാർത്ഥനയോടെ വിതയ്ക്കണം കേട്ടോ. മക്കൾ അങ്ങനെയാണോ ചെയ്യാറുള്ളത്? എന്തെങ്കിലും നടുകയോ മാവോ തയ്യോ ഒക്കെ നടുകയോ കപ്പ നടുകയോ ഒക്കെ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടോ? വിത്തുകൾ നടുമ്പോൾ പ്രാർത്ഥനയോടെ നടണം. ആ വിത്തുകൾ ദൈവമാതാവിനോടുള്ള അപേക്ഷയോടുകൂടെ നടുന്നതിൻ്റെ പെരുന്നാളാണ് വിത്തുകൾക്ക് വേണ്ടിയുള്ള ദൈവമാതാവിൻ്റെ പെരുന്നാൾ എന്ന് പറയുന്നത്. നമ്മുടെ ആരാധനാക്രമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സംവത്സരത്തിൻ്റെ കിരീടത്തെ വാഴ്ത്തണമേ എന്നൊരപേക്ഷയുണ്ട്. എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഒരുപാട് സംശയങ്ങളൊക്കെ മനുഷ്യനോട് ചോദിക്കാറുണ്ട്. ഈ കാര്യം മാത്രം ഇതുവരെ ആരും സംശയമായി ചോദിച്ചിട്ടില്ല. സംവത്സരത്തിൻ്റെ കിരീടത്തെ വാഴ്ത്തണമേ. എന്താണ് ഈ സംവത്സരത്തിൻ്റെ കിരീടം? ദൈവം ഒരു സംവത്സരത്തിൽ നമുക്ക് തരുന്ന വിളവുകളും സമൃദ്ധിയുമാണ് സംവത്സരത്തിൻ്റെ കിരീടമെന്ന് പറയുന്നത്. നല്ല വിളവുകൾ തരണമേ, നല്ല കാലാവസ്ഥ തരണമേ, നല്ലവണ്ണം ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കണമേ, ഞങ്ങൾക്കൊരു വർഷം ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ കാര്യങ്ങളും തരണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ അതിന് വളരെ പ്രതീകാത്മകമായിട്ടുള്ളൊരർത്ഥം നൽകുന്നുണ്ട്. ധാന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്, നെല്ലായാലും ഗോതമ്പായാലും ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ടോ? കൂട്ടിയിടുമ്പോൾ എന്താ അതിൻ്റെ ഷേപ്പ്? കൂന കൂട്ടിയിടുമ്പോൾ എന്താ അതിൻ്റെ ഷേപ്പ്? ഇങ്ങനെ ഇരിക്കും അല്ലേ? ഇതൊരു കോണിക്കൽ ഷേപ്പ്. അതൊരു കിരീടത്തിൻ്റെ മാതൃകയല്ലേ? കിരീടത്തിൻ്റെ മാതൃകയാണ്. അതാണ് സംവത്സരത്തിൻ്റെ കിരീടമെന്ന് പ്രതീകപരമായിട്ട് ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ പറയും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സംവത്സരത്തിൻ്റെ കിരീടത്തെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് മാതാവെ അപേക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പെരുന്നാളാണ് ഇന്ന് എന്നുള്ളത് ഓർക്കുക. ദൈവമാതാവിനോട് ഒരിക്കലും ദൈവമാതാവെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കരുത് കേട്ടോ. അതിന് നമുക്ക് അവകാശമില്ല. രക്ഷിക്കുന്നത് ആരാ? ദൈവമാണ് അല്ലേ? ആ ദൈവത്തോട് അപേക്ഷിക്കാൻ, മാതാവിനോട് അപേക്ഷിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. മാതാവിനെ നമ്മൾ പരിശുദ്ധന്മാരിൽ ഒന്നാമത്തെ ആളായി ഗണിക്കുന്നു. മാതാവിനെ പരിശുദ്ധന്മാരിൽ ഒന്നാമത്തെ ആളായി നമ്മൾ ഗണിക്കുന്നു. ആ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമ്മൾ അഭയം പ്രാപിക്കുമ്പോൾ ആ മാതാവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ സാധിക്കണം കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ മാതാവിൻ്റെ സ്വഭാവ ഗുണം എന്താണെന്ന്? ചിന്തിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഈ അച്ഛന്മാരൊക്കെ പ്രസംഗിച്ച് കാണും, മാതാവ് അങ്ങനെ വിശുദ്ധയാണ് ഇങ്ങനെ വിശുദ്ധയാണെന്നൊക്കെ. അതുപോലെ തലയ്ക്കകത്തേക്ക് കയറിയിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഒരുപാട് സ്വഭാവ ഗുണങ്ങളുണ്ട് കേട്ടോ. അതിലേറ്റവും വലുതാണ് സഹിഷ്ണുതാശക്തി. ശത്രുവിൽ നിന്ന് ഉപദ്രവമേൽക്കേണ്ടി വരുമ്പോഴും സഹിക്കുവാനായിട്ടുള്ള കഴിവ്. ഗാന്ധി എന്ന് പറയുന്ന ആ സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മഹാത്മാഗാന്ധി എന്ന് പറയുന്ന അതൊക്കെ പഴയ സിനിമയാണ് അല്ലേ? മക്കൾ പറയും അതൊക്കെ പഴയ സിനിമ, ഇതൊക്കെ ആര് കാണാനാ? അതിൻ്റെ അകത്ത് ഒരു രംഗമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ ഭടന്മാർ അണിനിരന്ന് നിന്നിട്ട് ഒരു സമരത്തിനായി മുമ്പോട്ട് കയറുമ്പോൾ ബ്രിട്ടീഷ് പട്ടാളക്കാർ വന്ന് അവരുടെ തലയടിച്ച് പൊളിക്കുകയാണ്. വലിയ ലാത്തി കൊണ്ട് കിട്ടുന്ന ഭാഗത്ത് അടിക്കുകയാണ്. അടിച്ച് മുറിവേറ്റ് വീഴുന്നവരെ ബാക്കിയുള്ളവർ പോയി എടുത്തുകൊണ്ട് പോയി മുറിവ് വെച്ച് കെട്ടുകയാണ്. അല്ലാതെ തിരിച്ച് ഒരു ശബ്ദം പോലും ഇല്ല. ശബ്ദമുണ്ട്, വാ കൊണ്ടുള്ള പ്രതിഷേധമല്ലാതെ കായികമായിട്ട് അവരെ നേരിടുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ ഉപദ്രവത്തെ, എതിർപ്പിനെ നേരിടാനുള്ള ശക്തി ആർജിച്ചവരായിരുന്നു. അതുപോലെ തന്നെയാണ് മാതാവും. എതിർപ്പിനെ, പ്രതികൂല സാഹചര്യങ്ങൾ എന്തുമാത്രം ഉണ്ടായിട്ടുണ്ടല്ലേ? ആ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം നേരിടുവാനായിട്ടുള്ളതായ കരുത്തും പ്രാപ്തിയും ആർജിച്ച ആളായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടതായിട്ട് വരും കേട്ടോ. കൊച്ചുകുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. പല സംസ്കാരങ്ങളിലും അല്ലെങ്കിൽ പല ദേശങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ കാണുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ യുവാക്കൾ ചെയ്യുന്നത് എന്താണെന്നറിയാവോ? ഉടനെ പോയി കിണറ്റി ചാടും, അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങും. അങ്ങ് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രവണതയാണ്. അയ്യോ ഇനി എന്നെക്കൊണ്ടത് പറ്റില്ല. അതിനെ നേരിടാനുള്ള ശക്തി ആർജിക്കുവാൻ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ചില കാര്യങ്ങളെങ്കിലും നോ എന്ന് ചെറുപ്പം മുതലേ പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളോട്.
എന്നാൽ മാത്രമേ അവർ പ്രതികൂല കാര്യങ്ങളെ, പ്രതികൂല അവസ്ഥകളെ നേരിടുവാൻ ശക്തിയുള്ളവരായി വളരുകയുള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പെരുന്നാളിന് ദീർഘമായ കുർബാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്കും പോകണം. എൻ്റെ ഇടവകയിലും ഇന്നും നാളെയും പെരുന്നാളാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവമാതാവിൻ്റെ സ്വഭാവവിശേഷങ്ങൾ അതിലൊന്നു മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ വളരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവേ, സംവത്സരത്തിൻ്റെ കിരീടത്തെ അനുഗ്രഹിക്കുന്നതിനായി നീ നിൻ്റെ ഏകജാതനോട് അപേക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മളെ അതിനെല്ലാം പ്രാപ്തനും യോഗ്യനുമാക്കി തീർക്കട്ടെ. എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.